നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. പിതൃസ്മരണയിൽ വിശ്വാസികൾ ഇന്ന് കർക്കിടക വാവ് ആചരിച്ചു. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെട്ടു. ആറാട്ടുപുഴ മന്ദാരം കടവ്, കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രം, കൂടപ്പുഴ ആറാട്ടുകടവ് അന്നമനട ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം, മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലുമായി നിരവധി വിശ്വാസികൾ പിതൃതർപ്പണം നടത്തി. മാളയിൽ സ്വകാര്യ മൊബൈൽ ടവറിന്റെ എർത്ത് കേബിളുകൾ മോഷ്ടിച്ച യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ കല്ലേറ്റുങ്കര ചിറയത്തി വീട്ടിൽ ജോജോയെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മോഷണം നടത്താൻ ഉപയോഗിച്ച ഉപകരണങ്ങളും ബാഗും കണ്ടെത്തി. സംസ്ഥാനത്ത് 2 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായാണ് കേരളത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പുത്തൂരിലെ കൈനൂർ പുഴയിൽ കാണാതായ അഖിൽ എന്ന യുവാവിന്റെ മൃതദേഹം പുത്തൂർ കുരോത്തുംകടവിൽ നിന്നും കണ്ടെത്തി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ഫയർഫോഴ്സ്, NDRF, പോലീസ്, നീന്തൽ വിദഗ്ധർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മലപ്പുറം കാളിക്കാവിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി കടന്ന യുവാവിനെ പുതുക്കാട് പോലീസ് പിടികൂടി. ആലപ്പുഴ അരുക്കുറ്റി സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ 28 വയസ്സുള്ള ഫൈസലാണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. തൃശൂർ ജില്ലയിൽ മഴ തുടരാനുള്ള സാധ്യതയും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് പല റോഡുകളിലും വെള്ളക്കെട്ടും അപകട സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അതിരപ്പള്ളി മലക്കപ്പാറ വഴിയുള്ള എല്ലാ യാത്രയ്ക്കും ഓഗസ്റ്റ് 3, 4 തീയതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടത്. യുവാവിനെ കനാലിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിഞ്ഞാലക്കുട മാപ്രാണം പിച്ചപ്പള്ളി കോണം അമയംപറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ 33 വയസ്സുള്ള രമേശാണ് മരിച്ചത്. പൈക്കാടം KLDC കനാലിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് വൻ കൊള്ളകൾ നടത്തുന്ന സംഘത്തെ ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടി മുംബൈ പോലീസിന് കൈമാറി. കള്ളംകുഴി സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ കനകാഭരൻ, വഞ്ചിക്കടവ് ചിത്രകുന്നൽ വീട്ടിൽ സതീശൻ, കൊന്നക്കുഴി സ്വദേശി ഏരുവീട്ടിൽ ജിനീഷ്, വെറ്റിലപ്പാറ ചക്കന്തറ പുത്തനമ്പുക്കൻ അജു, വടക്കഞ്ചേരി കമാൻഡർ ഫൈസൽ എന്നിവരെയാണ് പിടികൂടിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ അവഹേളിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റിട്ടുവെന്ന പരാതിയിൽ കേസ്. മാള സ്വദേശി പള്ളിമുറ്റത്ത് മുഹമ്മദ് സലീം നൽകിയ പരാതിയിൽ വലിയപറമ്പ് സ്വദേശി ആലങ്ങാട്ടുകാരൻ അസീസിനെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൊടുങ്ങല്ലൂർ DYSP VK രാജു സന്ദർശിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ 112 പേരും കാക്കാതിരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിൽ 100 പേരുമാണ് ക്യാമ്പിലുള്ളത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.